പട്ടാമ്പി ബ്ലോക്കിന്റെ ഫുട്ബോൾ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെ ആളായിട്ടാണ് ഇവിടെ വന്നത്. വളരെ നല്ല കളി കാഴ്ചവെച്ച് നമ്മുടെ പഞ്ചായത്തിലെ കുട്ടികളും പ്രത്യേകിച്ച് നമ്മുടെ കാരക്കാടിൻ്റെ പാറപ്പുറത്തിൻ്റെ ഒക്കെ ഏരിയയിലെ എല്ലാ കുട്ടികളും നന്നായി കളിച്ച് ഫൈനലിലെത്തി നിൽക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഫൈനലിൽ നമ്മൾ ട്രോഫി നേടും. നമ്മൾ ജില്ലാ ലെവലിൽ നമ്മുടെ ടീം കളിക്കാൻ പോകും. ഉഷാറായി കളിക്കുന്നുണ്ട്. ഒക്കെ ചെറിയ ചെറിയ കുട്ടികളാണ്. ഭാവി എല്ലാ വിജയാശംസകളും നേരുന്നു. അത് നന്നായി ജയിക്കണം. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025 വർഷത്തെ കേരളോത്സവമാണ്. കേരളോത്സവത്തിന്റെ ഫുട്ബോൾ മത്സരമാണ് പട്ടാമ്പി SNGS കോളേജ് ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കേരളോത്സവം കുറച്ച് ദിവസങ്ങളിലായിട്ട് നല്ല രീതിയിൽ തന്നെ തുടങ്ങി അവസാനിച്ചിട്ടുണ്ട്. വിവിധ മത്സരങ്ങൾ അരങ്ങേറി കഴിഞ്ഞു. ഇതിപ്പോ ഇന്ന് അവസാന ഘട്ടത്തിലാണ്. ഇന്ന് ഫൈനൽ, ഫുട്ബോളിന്റെ ഫൈനലും ആണ്. അതുപോലെ തന്നെ ഈ കേരളോത്സവത്തിന്റെ അവസാന ദിവസം കൂടിയാണ്. അപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്ന എല്ലാ മത്സരങ്ങളും നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് തുടങ്ങി വെക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ അത് അവസാനിക്കാനും സാധിച്ചിട്ടുണ്ട്. നല്ലവരായ ഫുട്ബോൾ എല്ലാ കലാകാരന്മാരുടെയും അതുപോലെ തന്നെ അത് കാണാനെത്തിയിട്ടുള്ള നല്ലവരായ നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയും വിവിധ പഞ്ചായത്തുകളുടെയും മെമ്പർമാരുടെയും എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് നമുക്കിത് നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനിയിപ്പോ ഒരു 2 ഐറ്റംസും കൂടി ഉണ്ട്. ഒന്ന് കളരിപ്പയറ്റും അതുപോലെ തന്നെ യോഗയും കൂടി ഉണ്ട്. പിന്നെ എൻട്രി ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് 2 ദിവസത്തിന്റെ ഉള്ളിൽ അതും നടക്കും. എന്നാലും ഏകദേശം കലാപരിപാടികളൊക്കെ ഇന്നത്തോടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും നമ്മുടെ ആവേശകരമായ മത്സരങ്ങളിൽ തന്നെ ഏറ്റവും ആവേശകരമായ മത്സരം എന്ന് പറയുന്നത് ഫുട്ബോൾ മത്സരമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പ്രത്യേകത ഫുട്ബോൾ മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ 7 പഞ്ചായത്തിൽ ഓരോ മത്സരവും ഓരോ പഞ്ചായത്തിലെ 56 ടീമുകൾ തമ്മിൽ മത്സരിച്ചിട്ട് വന്ന ടീമാണ് വരുന്നത്. അതേപോലെ തന്നെ ഓരോ പഞ്ചായത്തിലെ പോലെ 49 ടീമുകൾ പഞ്ചായത്തുകളിൽ മത്സരിച്ച് അവിടെ വലിയൊരു ആവേശത്തോടു കൂടിയുള്ള അതിന് ജയിച്ചു വന്ന ടീമുകളാണ്. അതിന് ജയിച്ചു വന്ന 7 ടീമുകളാണ് ഇവിടെ മത്സരിച്ചത്. അതായത് 7 ടീം വളരെ നല്ല രീതിയിൽ കളിക്കുകയൊക്കെ ചെയ്തു. എത്തിയതാണ് ആ മത്സരമാണ് ഇപ്പോൾ ഇന്ന് നടന്നു. ഫൈനൽ മത്സരത്തോടുകൂടി ഫുട്ബോളിന്റെ ജയിക്കുന്നവർ ജില്ലാതല മത്സരങ്ങളിലേക്ക്